الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم ബഹുമാന്യരായ ഹാജിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും എളുപ്പത്തിലും പ്രയാസത്തിലും രോഗം ആരോഗ്യം ജീവിതം കടന്നു പോകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചു ജീവിക്കലാണ് ജീവിതത്തിലെ വിജയത്തിൻ്റെ അനിവാര്യത അടിസ്ഥാനം എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്താൻ ഉപകരിക്കുന്ന ഹസനാത്തുകളിൽ അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം ഒരുപക്ഷെ ഇസ്ലാമിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയാവുന്ന കാലഘട്ടമാണ് ഉമറുൽ ഫാറൂഖിൻ്റെ ഭരണകാലം. ആഭ്യന്തര പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത ഇസ്ലാമിൻ്റെ ശാന്തമായ ഒരു കാലഘട്ടമാണ്. ഇസ്ലാം വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഉമറിൻ്റെ കാലശേഷം ഇസ്ലാമിൻ്റെ വൈപുല്യം കൂടിയിട്ടുണ്ടെങ്കിലും പിന്നീട് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രീയത്തിലും രാജ്യത്തുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉമറുൽ ഫാറൂഖിൻ്റെ ഭരണകാലം എന്നത് ഏറ്റവും ശാന്തമായ ഒരു കാലഘട്ടം തന്നെയാണ്. അങ്ങനെ ഇസ്ലാമിക രാജ്യം അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഖലീഫ ഉമറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ വിശാലമായ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഒരു ചെറിയ അധികാരം എന്നെ ഏൽപ്പിക്കണം, ഞാനത് ചെയ്തു കൊള്ളാം. അവിടുത്തെ അന്നൊക്കെ ഇന്നത്തെ പോലെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളൊന്നുമില്ല. ഖലീഫ ഏൽപ്പിക്കലാണ്. ഓരോ രാജ്യത്തിൻ്റെയും ഓരോ പ്രദേശത്തിൻ്റെയും ഭരണാധികാരം ഖലീഫ വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കലാണ്. അപ്പം അങ്ങനെ ഖലീഫ തന്നെ ഒരു പ്രദേശത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചാൽ അതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ മുമ്പ് ഏതെങ്കിലും ഗോത്രത്തിൻ്റെ തലവനായിരിക്കാം, ഏതെങ്കിലും പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായിരിക്കാം. അദ്ദേഹത്തിന് അറിയുന്ന ഒരു ജോലിയാണത്, അദ്ദേഹത്തിന് ജീവിക്കാനൊരു മാർഗം വേണം. അങ്ങനെ ഇതൊക്കെ തേടിയാണ് അദ്ദേഹം ഖലീഫയുടെ അടുത്ത് വന്നത്. ഖലീഫ ഉമർ അദ്ദേഹത്തോട് പറഞ്ഞത്, താങ്കൾക്ക് ഖുർആൻ അറിയുമോ എന്ന ഒരു മറുചോദ്യമാണ്. താങ്കൾക്ക് ഖുർആൻ അറിയുമോ? അപ്പോൾ ഖലീഫയോട് അദ്ദേഹം ചോദിച്ചത്, എനിക്ക് ഖുർആൻ അത്ര അധികമൊന്നും അറിയില്ല, സാധാരണഗതിയിൽ ജീവിക്കാനുള്ളതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് ഡീപ്പായിട്ട് അതായത് ആഴത്തിൽ ഇറങ്ങി പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഖലീഫ ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ നിയമപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ നിയമപ്രകാരം ഒരു രാജ്യം കൈകാര്യം ചെയ്യണമെങ്കിൽ അയാൾക്ക് ഖുർആൻ അറിഞ്ഞിരിക്കണം. കാരണം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഖുർആനാണ്. അപ്പോൾ ഖുർആൻ അറിയുന്ന ഒരാൾക്ക് ഈ രാജ്യത്തിനെ മുന്നോട്ട് അതൊരു ചെറിയ പ്രദേശമാണെങ്കിലും അതിൻ്റെ ഭരണാധികാരം കൈകാര്യം ചെയ്യണമെങ്കിൽ ഖുർആൻ അറിഞ്ഞിരിക്കണം.
താങ്കൾക്കത് അറിയുമോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. എങ്കിൽ ഖലീഫ പറഞ്ഞു എങ്കിൽ നിങ്ങൾ പോയി ഖുർആൻ പഠിച്ചിട്ട് തിരിച്ചു വരൂ, അപ്പം നമുക്ക് ആലോചിക്കാം. അങ്ങനെ അയാൾ പോയി. കുറെ കാലം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നില്ല. അയാൾ ഖലീഫയെ തേടി. ഖലീഫ ഒരു പക്ഷെ അയാളെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. അയാൾ തിരിച്ചു വന്നില്ല. തിരിച്ചു വരാതായിരുന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഖലീഫ ഉമർ തൻ്റെ കൂടെയുള്ളവരോട് ചോദിച്ചു, പണ്ട് ഒരാൾ നമ്മുടെ അടുത്ത് അധികാരം ചോദിച്ചു വന്നിരുന്നു, അങ്ങനെ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി അയാൾ പോയി, പിന്നെ തിരിച്ചു വന്നില്ല. അയാളിപ്പോൾ എവിടെയുണ്ട്? ആർക്കെങ്കിലും അറിയോ? അപ്പൊ ആരോ പറഞ്ഞു രാജ്യത്തിന്റെ ഇന്ന ഭാഗത്ത് അയാൾ അങ്ങനെ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്, വലിയ പ്രയാസമില്ലാതെ സാധാരണക്കാരനായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഖലീഫ ആളെ വിട്ട് അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഒരു പ്രദേശത്തിന്റെ അധികാരം ചോദിച്ചു വന്നിരുന്നു, ഞാൻ നിങ്ങളെ ഖുർആൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു, പക്ഷെ പിന്നെ നിങ്ങൾ തിരിച്ചു വന്നില്ലല്ലോ, എന്താ നിങ്ങൾ വരാഞ്ഞത്? അപ്പോ അദ്ദേഹം ഖലീഫയോട് പറഞ്ഞ മറുപടി, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് എന്നോട് ഖുർആൻ പഠിക്കാൻ ആവശ്യപ്പെട്ടല്ലോ, ഞാൻ ഖുർആൻ പഠിച്ചു. ഖുർആൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ താങ്കളുടെ അടുത്ത് മുമ്പ് വന്നത് താങ്കളുടെ ദയയും താങ്കളുടെ ഔദാര്യവും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എനിക്ക് ജീവിക്കണമെങ്കിൽ താങ്കളുടെ ഔദാര്യം കിട്ടിയേ പറ്റൂ എന്ന് ഞാൻ വിചാരിച്ചാണ് അങ്ങയുടെ അടുത്ത് വന്നത്. പക്ഷെ ഖുർആൻ പഠിച്ചപ്പോൾ ആ ഖുർആൻ എന്നെ ധന്യനാക്കി. അതായത് ജീവിക്കാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല എന്ന ഒരു പാഠം ആ ഖുർആൻ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ജീവിക്കണമെങ്കിൽ ഉമറിന്റെ അടുത്തോ ഉമറിന്റെ വാതിൽക്കലോ ഞാൻ കാത്തു നിൽക്കേണ്ടതില്ല എന്ന് ഖുർആൻ എന്നെ പഠിപ്പിച്ചപ്പോൾ ഞാനത് പഠിച്ചു. അങ്ങനെയാണ് ഞാൻ അങ്ങയുടെ അടുത്ത് വരാതായത്. അപ്പൊ ഖലീഫ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഖുർആനിലെ ഏതു വാചകമാണ്, ഏതു ഭാഗമാണ് താങ്കളെ ഇത്രയേറെ ധന്യനാക്കിയത്? അദ്ദേഹം അതിന് കൊടുത്ത മറുപടി സൂറത്തു തലാഖിലെ 2-ാമത്തെ വചനം. സൂറത്തു തലാഖിലെ 2-ാമത്തെയും 3-ാമത്തെയും വചനം അത് പഠിച്ചപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, ജീവിക്കാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല, അള്ളാഹു മതി നിനക്ക്, അതെന്നെ ധന്യനാക്കിയെന്നാണ്. നിങ്ങൾ ആരെങ്കിലും മൊബൈലിൽ ആ സൂറത്തു തലാഖിലെ 2-ാമത്തെ 3-ാമത്തെ ആയത്ത് എടുത്തെന്നാൽ, ഞാനത് എൻ്റെ മൊബൈൽ റെക്കോർഡിങ്ങിലായതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കും, ഒരാൾ ചെയ്താൽ മതി. അപ്പോൾ വിശുദ്ധ ഖുർആൻ അത് മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മനുഷ്യന് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ? അല്ലെങ്കിൽ എന്തിനാണ് സത്യത്തിൽ നമുക്ക് ഖുർആൻ? നമ്മളൊക്കെ സാധാരണ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? ഖുർആൻ ഓതും, അല്ലേ? അതിങ്ങനെ ഓതും, രാവിലെ വൈകുന്നേരം കുറേ ഓതും. ചില ആളുകളൊക്കെ അത് കാണാതെ പഠിക്കും, ചില ആളുകൾ അതിൻ്റെ അർത്ഥമൊക്കെ പഠിക്കും. എന്നതിനപ്പുറം സത്യത്തിൽ ഖുർആൻ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടേണ്ടത് എങ്ങനെയാണ്? ഇത് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു സംഗതിയുണ്ട്. ഖുർആനിനെ കുറിച്ച് പറയുന്ന കിട്ടിയിട്ടുണ്ട്, ആ സൂറത്ത് കിട്ടിയിട്ടുണ്ട്. ഖുർആനിനെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ പറയുക? ഖുർആൻ എന്താണ്? ഖുർആനെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ് ഖുർആൻ എന്ന് ഖുർആനിനെ നമുക്ക് വിശദീകരിക്കുന്ന ഒരു വചനം. ഖുർആനിന്റെ ഇറക്കവും റമദാനുമായി ബന്ധപ്പെട്ട വചനത്തിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് ഖുർആൻ എന്ന് പറയുന്നിടത്ത് പ്രയോഗിച്ച പദം ഓർമ്മയുണ്ടോ? ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലേ? ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇത് ഖുർആനിന്റെ ഏറ്റവും നല്ല ഒരു ഡെഫിനിഷൻ, ഖുർആനിന്റെ ഏറ്റവും നല്ലൊരു നിർവചനമാണത്. എന്താണ് ഖുർആൻ? ഒന്ന്, ഹുദൻ ലിന്നാസ്. ഹുദൻ ലിന്നാസ്, അത് ജനങ്ങൾക്ക് മാർഗദർശനമാണ്. എന്താ മാർഗം എന്ന് പറഞ്ഞാൽ? വഴി. ദർശനം എന്ന് പറഞ്ഞാലോ കാണിച്ചു കൊടുക്കുക. അപ്പൊ നമ്മളൊരു വഴി അറിയാത്ത ദിശയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഗൂഗിളിൽ നമ്മുടെ ആ വഴി നമ്മൾ നോക്കില്ല, ഇന്ന വഴിക്ക് പോകണം, അവിടെ ഇന്ന ഭാഗത്ത് തിരക്കുണ്ട്, ഇന്ന ഭാഗത്ത് റോഡ് ബ്ലോക്കാണ്, ഇന്ന ഭാഗത്ത് പാലമുണ്ട്, ഹൈവേ ആണ്, ചെറിയ റോഡാണ്, വീതിയുള്ള റോഡാണ്, ഇത്ര സ്പീഡിൽ പോകണം. നമ്മൾ എങ്ങനെ സഞ്ചരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാർഗദർശനമായി നമ്മൾ ആ മാർഗത്തെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഖുർആൻ ഒരു മാർഗദർശനമാണെന്നാണ്. അതായത് ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കുമ്പോൾ സത്യത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റേത് എന്ന് പറയാൻ ഈ ലോകത്ത് ഒന്നുമില്ല. മനുഷ്യൻ്റേത് ഇതിപ്പോൾ ഈ ഭൂമിയൊക്കെ എൻ്റെതാണ്, ഈ വീടൊക്കെ എൻ്റെതാണ്, ഈ പറമ്പൊക്കെ എൻ്റെതാണ്, ഈ കാറൊക്കെ എൻ്റെതാണ്, എല്ലാം എൻ്റെതാണ് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എൻ്റെത് എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. എൻ്റെ മൂർധാവിലെ മുടി മുതൽ എൻ്റെ കാലിൻ്റെ പെരുവിരലിൻ്റെ നഖം വരെ
എനിക്ക് മറ്റൊരാളുടെ ഔദാര്യമായി കിട്ടിയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട 5 അവയവങ്ങൾ, ആ അവയവങ്ങൾ ഏതെങ്കിലും ഒന്നില്ലാതെ പോയാൽ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കും. അങ്ങനത്തെ 5 അവയവങ്ങളെ പറ്റി പറയാൻ പറഞ്ഞാൽ, ഒന്ന് നമ്മൾ തലക്കെന്ന് തുടങ്ങാം. അത് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 അവയവങ്ങളിൽ 1 തലച്ചോറാണ്, 2 നമ്മുടെ ഹൃദയമാണ്, 3 നമ്മുടെ ശ്വാസകോശങ്ങളാണ്, 4 നമ്മുടെ കിഡ്നി സംവിധാനമാണ്, 5 നമ്മുടെ വയറും അനുബന്ധ ദഹന സംവിധാനങ്ങളാണ്. ഈ 5 അവയവങ്ങളാണ് നമ്മുടെ ജീവനെ നിലനിർത്തി നമ്മളെ ജീവിപ്പിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രവർത്തനം നിലച്ചാൽ തീർന്ന്, പിന്നെ നമ്മളെ ജീവിതമില്ല. ഈ 5 പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവത്തെ നമ്മളാരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ? ഏതെങ്കിലും നിലക്ക് നമ്മൾ നിയന്ത്രിക്കുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുക എന്നെങ്കിലും വളരെ കൃത്യമായിട്ട് നമുക്കറിയോ? അറിയില്ല. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ആശുപത്രിയുടെ ICUവിൽ കിടക്കുന്ന ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ ICUവിൽ ഇങ്ങനെ രോഗികളെ ഒരു തുണിയുടെ മറ കൊണ്ട് ഇങ്ങനെ മറച്ചൊക്കെയാണ്. തൊട്ടപ്പുറത്ത് മറയുടെ അപ്പുറത്തുനിന്ന് ഭയങ്കരമായ ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ സന്ദർശിക്കുന്ന രോഗിയുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അവിടുന്ന് എപ്പോഴും അങ്ങനെ തന്നെയാണ്, വലിയ ബഹളാണ്. അപ്പം ഞാനിങ്ങനെ നോക്കി എന്താണ്. അപ്പോൾ ആ കട്ടിലൊരു മനുഷ്യൻ കിടക്കുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞുകൂടാ, ഒരസ്ഥികൂടം, അത്രമാത്രം മെലിഞ്ഞ് തൊലിയൊക്കെ ഒട്ടി വാരിയല്ലുകളൊക്കെ പുറത്തേക്ക് കാണുന്ന, കണ്ണൊക്കെ കുഴിഞ്ഞു പോയ വളരെ മെലിഞ്ഞ ഒരു അസ്ഥികൂടം പോലെ ഒരു മനുഷ്യൻ അങ്ങനെ കിടക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? അയാൾ ഇങ്ങോട്ട് വളഞ്ഞിട്ട് കാല് കട്ടിലുമുണ്ട്, തലയും കട്ടിലുമുണ്ട്, ഈ നെഞ്ചിന്റെ ഭാഗം ഇങ്ങോട്ട് വളഞ്ഞിങ്ങോട്ട് റാട്ടതുപോലെ കിടക്കുന്നത്. എന്താ പ്രശ്നം അറിയോ? അയാൾക്ക് ശ്വാസം കിട്ടുന്നില്ല. ഈ ശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഈ വായു അല്ലേ? ഇത് എവിടുന്നാ കിട്ടണ്ടേ? നമ്മൾ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ മുഴുവൻ വായുവാണ്. 5 പൈസ ഇതൊക്കെ വായു, നിറയെ വായു. 5 പൈസ കൊടുക്കണ്ട, ഒരാളോട് ചോദിക്കണ്ട, ഇഷ്ടം പോലെ വായു. ആ വായു കയറാൻ നമ്മുടെ നാസാരന്ധ്രങ്ങൾ, മൂക്കിന്റെ ദ്വാരങ്ങൾ റെഡിയാ. അത് ചെന്നാൽ സ്വീകരിക്കാൻ ശ്വാസകോശം റെഡിയാ. ശ്വാസം വലിച്ചൂടെ? പക്ഷേ ഇയാൾക്ക് ശ്വാസം കിട്ടുന്നില്ല. ഈ വായു, ഈ ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ കിട്ടുന്ന വായു ഈ മൂക്കിലൂടെ കയറുന്നില്ല. ആ ശ്വാസം കിട്ടാൻ വേണ്ടി അയാൾ ഇങ്ങോട്ട് വലിച്ചിട്ടേ കണ്ണൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് ശരീരം അങ്ങോട്ട് വളഞ്ഞിട്ട് ആ ശ്വാസം കിട്ടാത്തതിൻ്റെ വെപ്രാളത്തിൻ്റെ ശബ്ദമാണ് ഇപ്പുറത്ത് കേൾക്കണേ. നോക്കിങ്ങൾ, പൈസ കൊടുത്ത് വാങ്ങേണ്ട സാധനമല്ല, ഒരാളോട് ചോദിച്ചു വാങ്ങേണ്ട സാധനമല്ല, യഥേഷ്ടം കിട്ടുന്ന സാധനമാണ്. പക്ഷെ ഈ സാധനം ശ്വാസകോശത്തിലൂടെ അങ്ങോട്ട് നാസാരന്ധ്രങ്ങളിലൂടെ ഇറങ്ങി ശ്വാസകോശത്തിലെത്തി അവിടുന്ന് ഇങ്ങോട്ട് പോരണമെങ്കിലേ നമ്മൾ വിചാരിച്ചാൽ പോരാ. നമ്മൾ വിചാരിച്ചിട്ട് കാര്യമല്ല. ഞാൻ പറഞ്ഞെന്താ നിങ്ങള്, ഈ ലോകത്ത് എത്രമാത്രം നമ്മൾ നിസ്സാരന്മാരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ. ഇപ്പം നിങ്ങളൊക്കെ എന്നെങ്ങനെ നോക്കിയിരിക്കല്ലേ? എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യവന്മാരാ. എന്താണ് ഭാഗ്യം നിങ്ങൾ? നിങ്ങളൊക്കെ എൻ്റെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. കാണാൻ മാത്രം നിങ്ങളുടെ മുഖം അത്ര ഓർക്കേണ്ട മുഖം എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഭാഗ്യവന്മാരാ. എന്താ കാരണം അറിയോ? നിങ്ങൾ കാണുന്നത് പോലെ പച്ചക്ക് മറല്ലാതെ എൻ്റെ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 52 വയസ്സായി, 1973 ഡേറ്റ് ഓഫ് ബർത്ത്. ആ 52 കൊല്ലത്തിൻ്റെ അടുക്ക് താജ്മഹൽ കാണുന്നേക്കാൾ, നരേന്ദ്രമോദിയെ കാണുന്നേക്കാൾ, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കാണുന്നേക്കാൾ എൻ്റെ മനസ്സിൽ ഏറ്റവും എൻ്റെ മുഖം ഒന്ന് കാണണമെന്നാണ്. കണ്ടിട്ടില്ല. ഇപ്പം കാണെങ്കിൽ എന്താ മാർഗമുള്ളത്? കണ്ണാടി നോക്കണം. കണ്ണാടി നോക്കി എൻ്റെ മുഖം കാണുക, എൻ്റെ മുഖത്തിൻ്റെ പ്രതിബിംബം കാണുക. അല്ലേ, നമ്മൾ പൈസ കൊടുത്ത് കണ്ണാടി വാങ്ങുമ്പോഴേ അതിൻ്റെ മേലെ ഇങ്ങനെ എഴുതിയേക്കും, എന്താണ്? കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം ഒറിജിനൽ അല്ല. അതായത് എൻ്റെ മുഖത്തിനെ നിങ്ങൾ കാണുന്ന പോലെ ഒറിജിനലായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഇനിയിപ്പോൾ ഞാനൊരു 50 കൊല്ലം കൂടി ജീവിച്ചു നിൽക്കുക, മരിക്കുന്നതിൻ്റെ മുമ്പ് എപ്പോഴെങ്കിലും എനിക്ക് എൻ്റെ മുഖം ഒന്ന് കാണാൻ പറ്റുമോ? എൻ്റെ കാര്യം പോട്ടെ, നിങ്ങളെ കാര്യം എടുക്കി. നിങ്ങളെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെ മുഖം നിങ്ങൾ കണ്ടില്ല. നിങ്ങളെ മുഖം കാണണം തോന്നുമ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളുടെ പ്രതിബിംബമാണ്, അത് ഒറിജിനൽ അല്ല. അത് ആ കണ്ണാടി 10 റുപ്യേൻ്റെ കണ്ണാടിയിലൊക്കെ ഒരു കോലത്തിലെ കാണാം. 50 റുപ്യേൻ്റെ കണ്ണാടിയാണെങ്കിൽ വേറെ കോലയെ കാരണം, 100 റുപ്യേൻ്റെ കണ്ണാടിയിൽ വേറെ കോല, ആറന്മുള കണ്ണാടി നോക്കിയാൽ വേറെ. കോഴിക്കോട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒരു മിറർ ഗാലറി പോയാൽ കുറേ ചില കണ്ണാടിയിൽ നോക്കിയാൽ ചെരങ്ങമായിരിക്കണം, ചില കണ്ണാടിയിൽ മത്തങ്ങമായിരിക്കുക കാരണം, ചില കണ്ണാടിയിൽ പയറുമായിരിക്കുക കാരണം. അത് കണ്ണാടി നിർമ്മിച്ച കമ്പനിക്ക് അനുസരിച്ച് നമ്മുടെ മുഖം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എൻ്റെ മുഖത്തിൻ്റെ ശരിക്കുള്ള രൂപം നിങ്ങൾ കണ്ടതുപോലെ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ പ്രശ്നം അതുകൊണ്ടൊരു വേറെ വിഷയം എന്താ നിങ്ങൾ, ഇപ്പം ചിലപ്പോൾ രാവിലെ പത്രമൊക്കെ വായിച്ച്, ഞാൻ പത്രം അവിടെ വെച്ച് കണ്ട് ഞാൻ പോരുമ്പം അത് കഴിഞ്ഞ കാര്യം എൻ്റെ മക്കൾ ഫോൺ എടുക്കുക. ഇന്ന് പല ഫോട്ടോ ഉണ്ടല്ലോ പേപ്പറിൽ, ഓടാവിടുന്ന് തങ്ങൾ പ്രസംഗിക്കുന്ന ഫോട്ടോ പേപ്പർ ഉണ്ടല്ലോ,
ഞാൻ പേപ്പർ നോക്കിയിട്ട് കണ്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. എന്തേ കാണാഞ്ഞേ? എൻ്റെ മുഖത്തിനെ എനിക്ക് അത്രേ പരിചയമുള്ളൂ. എൻ്റെ മുഖത്തിനെ എനിക്ക് അത്രേ പരിചയമുള്ളൂ. നേരെ മറിച്ച് എൻ്റെ മക്കൾ അങ്ങനെയല്ല. ഒരിൻ്റെ മുഖം എപ്പോഴും കാണണതുകൊണ്ട് എൻ്റെ മുഖം ഒന്ന് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതിപ്പേണല്ലോ എന്നൊരു തിരിച്ചറിയും. കാരണം ഓരിൻ്റെ മുഖം കണ്ടതുപോലെ ഞാൻ എൻ്റെ മുഖം കണ്ടിട്ടില്ല. ഇത് ഞാൻ എന്തിനാ പറഞ്ഞാൽ നിങ്ങൾ നമ്മളൊക്കെ വിചാരിക്കേ അത് ഞാൻ ആരാ, എൻ്റെ ശമ്പളം എത്രയാ, എൻ്റെ വീടിൻ്റെ വലിപ്പം എത്രയാ, 10,000 സ്ക്വയർ ഫീറ്റ്, എൻ്റെ കാറ് 3.5 കോടി, എന്തായാലും അവനാൻ്റെ മുഖം ഒന്ന് കാണാൻ ഭാഗ്യം കിട്ടാത്ത അത്ര സാധുക്കളല്ലേ നമ്മൾ. അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഖുലിഖൽ ഇൻസാന ലൈഫ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് വളരെ ദുർബലനായിട്ടാണ്. എത്ര ദുർബലൻ! ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരൊച്ചയില്ല, ബാക്കിക്ക് ഇങ്ങനെ അങ്ങോട്ട് ചാരി, ഈ ചുണ്ടിന് ചെറിയൊരു കോടല്, ഈ കൂടെ എന്തോ ലേശം ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്, ഒരൊറ്റ വീഴല്. ഏത് ആശുപത്രിയിലാണ് പിന്നെ നമ്മളെ എണീപ്പിക്കാൻ കഴിയാം? ഡോക്ടർമാർ എന്താ പറയാ? ഒന്നുമില്ല, 24 മണിക്കൂർ നോക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചോളി എന്നാ പറയുക. അർത്ഥം എന്താ അറിയോ? സംഗതി പിടുത്തം വിട്ടുന്ന. പിന്നെ ചിലപ്പോൾ കാലാകാലം ആ ബെഡിൽ നിന്നൊന്ന് ചെരിഞ്ഞ് കിടക്കാൻ പറ്റാതെ മല ഇങ്ങനെ വയറ്റുന്ന് പോകുമ്പോൾ എഴുത്തുള്ള ആളെ മുഖത്തേക്ക് ദയനീയമായിട്ട് ഇങ്ങനെ നോക്കും, ഇത് മാറ്റി കിടത്തുക. സെക്കൻഡ് മതി, ഒരു സെക്കൻഡ്, അത്രേ ഉള്ളൂ. നമ്മളെ പറ്റി അള്ളാഹ് ഖുർആനിൽ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്. ഇതറിയോ? എന്താ വിഷയം എന്നറിയാം? എല്ലാ മനുഷ്യന്മാരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരാണ്? ഫക്കീറാണെന്നാണ്. നമ്മൾ വെറുതെ വിചാരിക്കുക നമ്മൾ ആരൊക്കെ കാണുന്നില്ലേ. നമ്മൾ ചന്ദ്രനിലേക്ക് പോകും, നമ്മൾ ചൊവ്വയിലേക്ക് പോകും, നമ്മൾ പ്രപഞ്ചത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോകും, നമ്മൾ ഈ ലോകത്തിനെ കൈപ്പിടിയിൽ ഒതുക്കും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അല്ലാഹു തആല നമ്മളെപ്പറ്റി പ്രയോഗിച്ച ഒരു പദമാണ്. എന്താണ്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. അതിൽ ആരൊക്കെ പെടും? അമേരിക്കൻ പ്രസിഡന്റ് മുതൽ കേറിക്കിടക്കാൻ വീടില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഉറങ്ങുന്ന സാധു വരെ പെടും. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. എന്താർത്ഥം? അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ പടച്ചോന്റെ മുമ്പിൽ ഫക്കീറന്മാരാട്ടോ. ആരാ ഫക്കീർ? നിങ്ങൾക്ക് സക്കാത്തിന്റെ അവകാശികളെ എണ്ണിയപ്പോ ആദ്യത്തെ 2 അവകാശം, 1 ഫക്കീർ, 2 മിസ്കീൻ. ഈ ഫക്കീറും മിസ്കീനും തമ്മിലുള്ള വ്യത്യാസം അറിയാം? നമ്മൾ രണ്ടിനും സാധു എന്നാ പറയാം. എന്താ ഫക്കീർ മിസ്കീൻ? ഫക്കീർ എന്ന് പറഞ്ഞാല് സ്വന്തം ദാരിദ്ര്യം മറ്റുള്ളവരോട് പറഞ്ഞിട്ട് വല്ലതും കൊണ്ട അടിക്കാൻ വിശക്കുന്നുണ്ട്, ഒരു ചായ വാങ്ങിക്കൊണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചു വാങ്ങിയ ഭിക്ഷാടകരെ പോലെ ജീവിക്കുന്ന, മറ്റുള്ളവരോട് തൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് അതിൻ്റെ പരിഹാരം അവരേക്ക് വാങ്ങി ജീവിക്കുന്ന സാധുവാണ് ആര്? ഫക്കീർ. മിസ്കീൻ ആരാ? മിസ്കീൻ പറഞ്ഞാൽ സ്വന്തം ദാരിദ്ര്യം മറ്റുള്ളവരെ അറിയിക്കാതെ പരമാവധി കഷ്ടപ്പെട്ട് അള്ളാഹ് പറഞ്ഞ നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ മിസ്കീന്മാരെ നന്നായിട്ട് പരിഗണിക്കണം. കാരണം അവരെ പ്രയാസം ആരും പറയില്ല, അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന. നമ്മളൊക്കെ ഈ നാട്ടിൽ ഈ സക്കാത്തും ഫിത്ർ സക്കാത്തും ഒക്കെ കൊടുക്കുമ്പോഴേ എന്നും സാധുക്കൾക്ക് കൊടുക്കും. അറിയപ്പെടുന്ന കുറേ സാധുക്കളുണ്ടാവും. എന്നാൽ ഗൾഫിലൊക്കെ പോയിട്ട് ജോലിയൊക്കെ അല്ലാതെ ഈ നാട്ടിൽ വന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനോട് തൻ്റെ പ്രയാസം പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ മിസ്കീന്മാർ. അപ്പോൾ നമ്മളൊക്കെ ദാനം ചെയ്യുമ്പോൾ എപ്പോഴും മിസ്കീന്മാരെ പരിഗണിക്കണം. കണ്ണുക്ക് ഇങ്ങനെ നോക്കിയാലേ പോലെ ദാരിദ്ര്യം അറിയുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. അപ്പോൾ ഇവിടെ അള്ളാഹു നമ്മളെ പറ്റി പറഞ്ഞ എന്താ? നിങ്ങൾ അൻതുമുൽ ഫുഖറാ, നിങ്ങൾ ഫക്കീറന്മാരാണ്. ഒന്നുമില്ല നിങ്ങളുടെ അടുത്ത്. എന്ത് കിട്ടണമെങ്കിൽ ഇപ്പം ഇങ്ങനെ മേലേക്ക് വലിച്ച ശ്വാസം അത് താഴേക്ക് പോരണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം കിട്ടിയേ പറ്റൂ. ഈ ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് എണീക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം കിട്ടിയേ പറ്റൂ. ഇവിടെ ബാങ്ക് കൊടുത്താൽ ഹയ്യ അല സ്വലാത്ത്, നിസ്കരിക്കാൻ വേണ്ടി വരിൻ എന്ന് വിളിച്ചാൽ നമ്മൾ കൊടുക്കുന്ന മറുപടി എന്താ? ഇതപ്പ വരാനല്ല. എന്താ പറയണേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ അർത്ഥം? പഠിച്ചോനെ, നീ തന്ന കഴിവും നീ തന്ന ശേഷിയല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് എണീക്കണമെങ്കിൽ എൻ്റേത് സ്വന്തം എന്ന് പറയാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ല റബ്ബേ. എന്തല്ലേ മനുഷ്യൻ്റെ ആ ഒരു വിനയം എത്രമാത്രം റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ പ്രകടിപ്പിക്കണം. അപ്പോൾ നമ്മളൊക്കെ ഈ ലോകത്ത് അനിശ്ചിതത്വത്തിൻ്റെ ലോകത്താണ് ജീവിക്കണം. ഒന്നും നമ്മളെപ്പറ്റി നമുക്ക് ഒന്നും അറിയില്ല. അപ്പം നമ്മൾ ജനിച്ചതെന്നാ എനിക്കറിയാം, 4/4/73. പക്ഷേ എന്നാ മരിക്കണതെന്നാ ആർക്കറിയാം? ആ ഡേറ്റ് ഒന്ന് പറയാൻ. ഇപ്പം 7 ദിവസം ഉണ്ടല്ലോ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഈ 7 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ അവസാനിക്കുമല്ലോ, അറിയാം. 12 മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ, ആ 30 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ തീരുമല്ലോ. പക്ഷെ നമുക്കറിയോ എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി? ഒരു 10 റുപ്യക്ക് ഒരു പേന കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ കടക്കാരോടൊന്ന് ചോദിക്കാം, നല്ല പേനയല്ലേ, എഴുതൂലേ? അപ്പോൾ അയാൾ പറയാം നല്ല പേനയാണ്, ആയിക്കോട്ടെ. ഇനി അഥവാ എഴുതിയിട്ടില്ലെങ്കിലോ? ഒന്നും വിചാരിക്കേണ്ട, രാവിലെ ഇവിടെ കൊടുന്നോളേ, ഞാൻ മാറ്റിത്തരാം, വേറെ പേന തരും.
10 റുപ്യൻ്റെ പേനക്ക് എന്തുണ്ട്? ഗ്യാരണ്ടി. എന്ത് ഗ്യാരണ്ടി? റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. 10 മാസം ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ, നമ്മളെ ഗർഭം ചുമന്ന് പ്രസവിച്ച നമ്മളെ കൂടെയുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ ആശുപത്രിക്കാരൊക്കെ ആ കുട്ടിനെ ഏറ്റുവാങ്ങി കൗതുകത്തോടെ ആ കുട്ടിൻ്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കുമ്പോൾ അവരുടെ മുഖത്തിൻ്റെ സന്തോഷം ഇങ്ങനെ മങ്ങി മങ്ങി വരിക. എന്തേ? കുട്ടി അനങ്ങുന്നില്ല, കുട്ടി ശ്വസിക്കുന്നില്ല. എന്താ ചെയ്യുക? ഒന്ന് കുലുക്കി വെക്കും, മൂർത്താവിലൊക്കെ ഒന്ന് തടവി വെക്കും, കാലിൻ്റെ അടിയിലൊക്കെ ഒന്ന് ശക്തമായി തടവും, പിന്നെ വായിലോ മൂക്കിലോ ഒക്കെ വായ ചേർത്ത് വെച്ചിട്ട് ശ്വാസം ഒന്ന് വലിച്ചെടുക്കാൻ പറ്റുമോ നോക്കും. ഇല്ല, ഒന്നുമില്ല, ഒരനക്കമില്ല. എന്താ ചെയ്യാൻ പറ്റുക? ഡോക്ടറെ വിളിക്ക്. ഡോക്ടർ വന്ന് വെടിപ്പൊക്കെ ഒന്ന് നോക്കി, സെറോസ്കോപ്പൊക്കെ ഒന്ന് വെച്ച് ടോർച്ച് എടുത്തിട്ട് വെറുതെ ഒന്ന് മുഖത്തേക്ക് കടിച്ചു നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, എന്ത്? മരിച്ചു. അമ്മക്ക് പറയാൻ പറ്റുമോ? പടച്ചോനെ, 10 മാസത്തെ പ്രാർത്ഥനയാണ്, പ്രയത്നമാണ്, അധ്വാനമാണ്. ഈ കിട്ടിയ കുട്ടിക്ക് ജീവല്ല. പടച്ചോനെ, ഇതിനങ്ങോട്ട് മാറ്റിയിട്ട് എനിക്ക് ജീവനുള്ളൊരു കുട്ടിയെ കൊണ്ട് റബ്ബെന്ന് പറയാൻ അമ്മക്ക് പറ്റുമോ? പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുമോ? മാറ്റി തരുമോ? ഇല്ലല്ലോ. അപ്പം എന്താ പറഞ്ഞേ? 10 റുപ്യൻ്റെ ഒരു പേനയുടെ ഗ്യാരണ്ടി പോലും ഇല്ലാതെ ഈ ഭൂമിയിൽ പിറന്നു വീണ സാധുക്കളാണ് നമ്മൾ. അതെപ്പോഴും നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞേ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നിങ്ങളെപ്പോഴും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചാരിയിരുന്ന് ഭക്ഷണം കഴിച്ചില്ല. പ്രവാചകൻ നിലത്ത് ഒരു കാല് മടക്കി വെച്ച് മറ്റേ കാല് ഇങ്ങനെ പതുക്കെ നാട്ടി വെച്ച് അങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. എന്തരങ്ങള്? ആ ഭക്ഷണം കിട്ടിയത് ആരാ ഔദാര്യം കൊണ്ടാ? അള്ളാന്റെ ഔദാര്യ. അത് വായിലേക്ക് വെക്കാൻ പറ്റിയത് ആരാ ഔദാര്യ? അള്ളാന്റെ ഔദാര്യ. അത് വായിലേക്ക് വെച്ചിട്ട് ഇറക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ, എൻ്റെ ഒരു സുഹൃത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭാഗം കുഴഞ്ഞ്, അപ്പൊ അദ്ദേഹത്തിന് ഗുളിക കൊടുത്ത ആശുപത്രിയിൽ നിന്ന് ഗുളിക വായിൽ ഇറക്കാൻ പറഞ്ഞ്. ഇറക്കാൻ പറ്റുന്നില്ല. 40-40 വയസ്സുള്ള ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ പറയാ, ഗുളിക ഇറക്കണമെങ്കിൽ ഇവിടെ ഒരു മസിൽ പ്രവർത്തിക്കണം. ആ മസിൽ പ്രവർത്തിക്കണില്ല. അപ്പൊ ഡോക്ടർ ഇങ്ങനെ കയ്യും ഇങ്ങനെ അടിച്ചോളാം, ഇറക്കണോ? ഇറക്കാൻ പറ്റുന്നില്ല. അപ്പൊ മക്കള് ചീത്തറിഞ്ഞാൽ ബാപ്പാനോട് പറഞ്ഞ ഇറക്കിക്കൂടെ? ഒരു കരച്ചിൽ വന്നു. കാരണം ഇതുവരെ എൻ്റെ മക്കൾ അങ്ങനെ സംസാരിച്ചില്ല. ഇറക്കണമെങ്കിൽ ഞാൻ വിചാരിച്ച പോരാ, ഈ മാംസപേശി ചലിപ്പിക്കണമെങ്കിൽ മേലൊന്ന് ഓർഡർ വരണം. അപ്പൊ നമുക്ക് ഭക്ഷണം കിട്ടിയത് അള്ളാന്റെ ഔദാര്യം, അത് വായിലേക്ക് വെക്കാൻ കിട്ടിയത് 2ാമത്തെ ഔദാര്യം, അത് ഇറക്കാൻ പറ്റിയ 3ാമത്തെ ഔദാര്യം, 4ാമത്തെ ഔദാര്യം ബാക്കി. ഇത്രയും അള്ളാന്റെ ഔദാര്യ ഒരു ഭക്ഷണം. ആ ഭക്ഷണം ഇങ്ങനെ ചാരിയിട്ട് ഇങ്ങനെ വേണ്ടി എനിക്ക് വേണ്ട കൊണ്ടേക്കാണ് ഇങ്ങനെ പറഞ്ഞിട്ട് കഴിക്കണമെങ്കിൽ പൊട്ടനാവണം. ഈ പറയപ്പെട്ട കാര്യത്തെക്കുറിച്ചൊന്നും ഒരൈഡിയ ഇല്ലാത്ത, ചിന്തിക്കാത്ത ഒരു മരപ്പൊട്ടന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. അപ്പൊ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതരായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു ജീവിതത്തിൽ എന്തും കാണിച്ചു കൊടുക്കും. എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കും. ആ കാണിച്ചു കൊടുക്കുന്ന മാർഗദർശനമാണ് എന്ത്? വിശുദ്ധ ഖുർആൻ. ആദം നബിയും ഹവ്വാ ബീവിയും അവരെ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എവിടെ? സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താഗ്രഹിക്കണതോ, ഇപ്പൊ മട്ടൻ ബിരിയാണി പറഞ്ഞാൽ മട്ടൻ ബിരിയാണി കിട്ടും. അതിങ്ങനെ കോഴി ഇങ്ങനെ കണ്ട, എന്ത് കോഴി എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് കോഴി ബിരിയാണി മതി. ആ മട്ടൻ പോയിട്ട് ബിരിയാണി വേറെ ചെലവൊന്നുമില്ല. സ്വർഗത്തിൽ ആഗ്രഹിച്ചാൽ മതി, അത് കിട്ടും. എന്താഗ്രഹിക്കണോ അതൊക്കെ അങ്ങനെ തന്നെ കിട്ടുന്ന ആ അനശ്വരമായ സ്വർഗത്തിൽ നിന്നാണ് ആദമിനെ അവനിങ്ങോട്ട് പുറത്താക്കിയത്. എവിടേക്ക്? ഭൂമിക്ക്. എന്താ ഭൂമിയിൽ? ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ ആദ്യം എന്ത് വേണം? നിലമുഴുത് വിത്ത് വിതച്ച് ഞാറാക്കി നട്ട് നെല്ലാക്കി, നെല്ല് ഉണങ്ങി അത് കുത്തി അരിയാക്കി കലം വെച്ച് അടുപ്പ് കൂട്ടി കത്തിച്ച് തിളപ്പിച്ചാലേ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കിട്ടും. അതാ ദുന്യാവ്. ഒന്നും ചെയ്യേണ്ടതില്ലാത്ത ലോകത്ത്, സ്വർഗത്തിൽ നിന്ന് എല്ലാം ചെയ്യേണ്ട ലോകത്തിലേക്ക് വന്നപ്പോൾ ആദമും ഹവ്വയും ഇങ്ങനെ പകച്ചു നിന്ന് എങ്ങനെ ഇവിടെ ജീവിക്കുക? ആരോടെ ചോദിക്കാറില്ലല്ലോ. 3ാമത്തെ ഒരു മനുഷ്യല്ലല്ലോ, ആകെ 2 ആള്. എങ്ങനെ ഇവിടെ ജീവിക്കുക? അപ്പൊ അള്ളാഹ് കൊടുത്ത മറുപടി ഉണ്ട് സൂറത്തുൽ ബഖറയിലെ, ഫമൻ തബിയ ഹുദായ, അല്ലേ? ഫമൻ തബിയ ഹുദായ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ മാർഗദർശനം വരും. ഫമൻ തബിയ ഹുദായ, എൻ്റെ ആ നിർദ്ദേശങ്ങളെ ആര് പിൻപറ്റി ജീവിക്കുന്നുവോ, വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കേണ്ടി വരില്ല. വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. സമാനമായ ഒരായത്തിന്റെ അവസാനത്തിൽ അള്ളാഹ് പറഞ്ഞത്, വലാ യളില്ലു, അവർ വഴി തെറ്റൂല. വലാ യഷ്ഖ, അവർ ദൗർഭാഗ്യവാന്മാരാവൂല. 4 കാര്യം. 1, ദുഃഖിക്കേണ്ടി വരില്ല. 2, പേടിക്കേണ്ടി വരില്ല. 3, വഴി തെറ്റൂല. 4, ദൗർഭാഗ്യങ്ങൾ വേട്ടയാടില്ല. ഈ 4 സ്വപ്നങ്ങളല്ലാതെ 5ാമത്തെ സ്വപ്നം ഈ ലോകത്ത് മനുഷ്യനുണ്ടോ? 1,
സങ്കടങ്ങളില്ലാത്ത ജീവിതം വേണം. 2 പേടിയില്ലാത്ത ജീവിതം വേണം. 3 വഴിതെറ്റാത്ത ജീവിതം വേണം. 4 ദൗർഭാഗ്യങ്ങൾ വേട്ടയാടാത്ത ജീവിതം വേണം. ഈ 4 അല്ലാതെ 5ാമത്തെ സ്വപ്നങ്ങൾക്കാർക്കുള്ള ജീവിതത്തെ പറ്റി ഇല്ല. ഈ 4 സ്വപ്നങ്ങളും പൂർത്തിയാവാൻ നമ്മുടെ റബ്ബ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന നിർദ്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പാലിച്ച് ജീവിച്ചു കൊള്ളുക. ആ ജീവിതത്തെ പാലിച്ച് ജീവിക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അവർക്ക് ഈ പറയപ്പെട്ട ഓഫറുകളൊക്കെ അള്ള പറയാണ്. സങ്കടമില്ലാതെ പേടില്ലാതെ ജീവിക്കാം. ഇവിടെ ഉമർ ഫാറൂഖിന്റെ മുമ്പിൽ നിന്ന് പോയ ആ മനുഷ്യൻ അതെവിടെ പോയി? നമ്മൾ ആ ആയത്ത് ആ മനുഷ്യൻ അദ്ദേഹം പഠിച്ച ഖുർആൻ പഠിച്ചപ്പോൾ, അദ്ദേഹം പഠിച്ച് വെറുതെ അല്ല, ഖുർആൻ പഠിച്ച് ആ ഖുർആൻ പഠിച്ചപ്പോൾ സൂറത്തു ത്വലാഖിലെത്തിയപ്പോൾ സൂറത്തു ത്വലാഖിന്റെ 2ാമത്തെ വചനത്തിന്റെ അവസാനം, അതേപോലെ 3ാമത്തെ വചനം നിങ്ങൾ പഠിക്കണം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ സമയമുണ്ടല്ലോ, നമുക്ക് ഇവിടെ വേറെ പഠിക്കുന്നില്ല, ആകെ ഭക്ഷണം കഴിക്കാൻ ഒറ്റ സോയില് മാത്രം, ഉണ്ടാക്കും കൂടി വേണ്ട. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ ഖുർആൻ ഒന്ന് പഠിക്കണം. അതിലേ ഈ സൂറത്ത് ത്വലാഖ് എന്ന് പറഞ്ഞാൽ അത് ഒരു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്താണ്. അതുകൊണ്ട് അതിന് ത്വലാഖ് എന്നുള്ള പേര് കിട്ടിയത്. പക്ഷെ അതിൽ ഒരുപാട് വിഷയങ്ങൾ, ഗഹനമായ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു അധ്യായമാണ്. അപ്പോൾ അതിൽ പിന്നെ 2ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അത് പറയാൻ വേണ്ടി അത്രേ ലോകം ചുറ്റി വന്ന് എന്താ വിചാരം? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഈ മഖ്റജ് എന്നുള്ള വാക്ക്, വമൻ യത്തഖില്ലാഹ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് തെഖ്വയോടെ ജീവിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജ, യജ്അൽ ലഹു, അവന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കും, അള്ള ഉണ്ടാക്കി കൊടുക്കും. മഖ്റജ, എവിടെയെങ്കിലും ബോർഡ് ഉണ്ടോ? അങ്ങനെ പുറത്തേക്കുള്ള ബോർഡ് ഹോളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? സാധാരണ ഓഡിറ്റോറിയങ്ങളിലൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഹാളിലൊക്കെ അങ്ങനെ ഒരു മേലൊരു ബോർഡ് ഇങ്ങനെ തൂങ്ങി കിടക്കില്ലേ, പുറത്തേക്ക് ഒരു ആരോ മാർക്ക്, എക്സിറ്റ് എന്ന് പറയും. നമ്മളവിടെ കണ്ടില്ല ഞങ്ങൾ ആ എക്സിറ്റിലെ ബോർഡ് അറബിയിൽ എന്താ എഴുതി നോക്കേണ്ടി? മഖ്റജ് എന്ന് എഴുതും. അതായത് അതെപ്പോഴാണ് ഉപകാരപ്പെടുക? നിങ്ങൾ നമ്മൾ പെട്ടെന്ന് കറണ്ട് പോയി, അല്ലെങ്കിൽ തീപിടുത്തം, കറണ്ട് പോയി, പുറത്തൊരു ഒരു സ്ഫോടനം ഉണ്ടായി, ആകെ പുക നിറഞ്ഞ് പുറത്തേക്കുള്ള വഴി കാണുന്നില്ല, ലിഫ്റ്റുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല, കോണി എവിടെ അറിയുന്നില്ല, ഓടി പുറത്തേക്ക് ഇറങ്ങണം. അപ്പോഴാണ് പെട്ടെന്ന് ലേറ്റ് തെളിയാണ് മഖ്റജ്, അല്ലേ? അത് രക്ഷയാണ്. അപ്പൊ അള്ള പറയണേ, വമൻ യത്തഖില്ലാഹ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവന് മഖ്റജ് ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ ഞാനത് പറയാൻ കാരണം, പൊതുവെ മനുഷ്യൻ്റെ ഒരു ധാരണ എന്താ? നിങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സമയത്ത് നോർമൽ ജീവിതം ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കും പോലെ പോവുകയാണെങ്കിൽ നിസ്കാരം, നോമ്പും കാര്യങ്ങളൊക്കെ, സാമ്പത്തിക കാര്യമൊക്കെ ഏകദേശം നല്ല കൃത്യമായിട്ട് കുഴപ്പമില്ലാതെ നോക്കി ഏകദേശം ഇസ്ലാമും ഈമാനൊക്കെ അനുസരിച്ച് ജീവിക്കും. പക്ഷെ ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രതിസന്ധി, ജോലി നഷ്ടപ്പെട്ടു, അതൊരു പ്രതിസന്ധിയാണ്. എന്തോ പ്രശ്നങ്ങൾ, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ലല്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് നല്ലൊരു ബിസിനസ് സ്ഥാപനം സൗദി അറേബ്യയുടെ ഒരു ഭാഗത്ത് നല്ലൊരു ബിസിനസ് സ്ഥാപനം നല്ല ലാഭത്തിൽ നടത്തിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഇവിടെ സൗദി അറേബ്യയിലാവുമ്പോൾ കച്ചവടം ഒരു കഫീൽ വേണമല്ലോ, ആ കഫീൽ അയാളുടെ ഷോപ്പ് പിടിച്ചെടുത്ത് അയാളെയും അയാളുടെ ജോലിക്കാരും പുറത്താക്കി, കോടികൾ അയാൾക്ക് നഷ്ടപ്പെട്ട് സങ്കടത്തിൽ അയാൾ പറയാം, എണീറ്റ് നിൽക്കാൻ ഒരുപാട് കാലം വരണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അള്ളാഹു ആ സഹോദരനെ സഹായിച്ചു കൊടുക്കട്ടെ, അദ്ദേഹം അകപ്പെട്ടിരിക്കുന്ന വലിയ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകുമാറാവട്ടെ, അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന എല്ലാ അപകടങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്, അത്ര ഒരു ദുരന്തം പെട്ടെന്ന് സംഭവിക്കും. നമ്മൾ എല്ലാം ഉണ്ടായിരുന്ന നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാത്തവരായിട്ട് മാറ്റപ്പെടുമ്പോൾ അപ്പം നമ്മുടെ ഉള്ളിലേക്ക് പിശാച് വരും. എന്നിട്ടെന്താ പിശാച് പറയാറിയോ? ഇതിന്ന് കഴിച്ചിലാവണമെങ്കിൽ ഇസ്ലാമും ഈമാനും പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമല്ല, ഇതിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ വേറെ ചില കുറുക്കുവിദ്യകൾ സൂക്ഷിക്കണം, വേറെ ചില കുറുക്ക് മാർഗങ്ങൾ പ്രവർത്തിക്കണം. ഹറാമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ആ ഹറാമ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതിൽ കുടുങ്ങിപ്പോവും. ഇതിന്ന് രക്ഷപ്പെടണോ നമ്മൾ ചില മാർഗങ്ങൾ ചെയ്യും. അപ്പം നമ്മൾ പറയും അത് തെറ്റല്ലേ, തെറ്റും ശരി നോക്കി അവിടെ തന്നെ ഇരുന്നോ, തെറ്റും ശരി നോക്കി ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോ. നിനക്ക് രക്ഷപ്പെടണോ, ചില കടും കൈകൾ നമ്മൾ ചെയ്യണം. അഥവാ ഇസ്ലാം മതം പഠിപ്പിച്ച നിയമത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് ഇബ്ലീസ് നമ്മളെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കും. അത് ചിലപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ രൂപത്തിലേക്കാറും, ചിലപ്പോൾ ബാങ്ക് മാനേജറുടെ രൂപത്തിലേക്കാറും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോലത്തിലേക്കാറും. അപ്പം നമുക്ക് തോന്നും സതിയല്ലേ പറഞ്ഞ് ഇതിന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പം എൻ്റെ നിസ്കാരം തോൽപ്പൊന്നും മതിയാവില്ല അല്ലേ. ചില ആൾക്കാർ ഷിർക്കിലേക്ക് പോകും, ചില ആൾക്കാർ മക്ബറയിലേക്ക് പോകും, ചില ആൾക്കാർ പലിശയിലേക്ക് പോകും, ചില ആളുകൾ വേണ്ടാത്ത ചില പ്രവർത്തനങ്ങളിലേക്ക് പോകും. അങ്ങനെ പോകും, പിടുത്തം വിടും. പക്ഷേ നമ്മുടെ സൃഷ്ടാവ്,
നമുക്ക് നൽകുന്ന ഉറപ്പ് നോക്കി. വമൻ യത്തഖില്ലാഹ, ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ യജ്അൽ ലഹു, അള്ളാഹ് ഒരു മാർഗം ഉണ്ടാക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗം, അത്ഭുതകരമായ മാർഗം, തികച്ചും അപ്രതീക്ഷിതമായ മാർഗം അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തരും. അതൊരു പ്രതീക്ഷയാണ്, അതൊരു വിശ്വാസമാണ്, അതൊരു സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ. അല്ലേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിനെയും കൊണ്ട് എവിടെത്തി? രക്ഷപ്പെടാൻ വേണ്ടി അവസാനം പാതിരാത്രിക്ക് എത്തിപ്പെട്ടത് ചെങ്കടലിൻ്റെ മുന്നിൽ തിരയടിക്കുന്ന സമുദ്രം, പിന്നിൽ ഇവരെ കൊല്ലാൻ വേണ്ടി വരുന്ന രാജാവിൻ്റെ സൈന്യം. പാവം ബനു ഇസ്രായേലിൽ ഒരു കഴിവില്ലാത്തവരാ. അവർ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ചോദിച്ചു, മൂസേ, ഞങ്ങളെ വീട്ടിൽ കിടന്നുറങ്ങിയേനി, സംഗതി അടിമകളാണെങ്കിലും പീഡനങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കേനി, അവിടുന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പം മരണത്തിലേക്കാണ് കൊണ്ടുവന്ന്. ഒന്നുകിൽ കടലിൽ ചാടി മരിക്കണം, അല്ലെങ്കിൽ വെട്ടേറ്റ് മരിക്കണം, വേറെ മാർഗമല്ലല്ലോ. ഇതിനാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത്? എല്ലാവരും മൂസാ നബിയെ കുറ്റപ്പെടുത്തി, കൂടെ വന്നവരൊക്കെ. മൂസാ നബി വരെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കിട്ട് ഖുർആനിൽ. എന്താണ് ഓർമ്മയുടെ വാക്ക്? ഖല്ലാ ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. ഖല്ലാ, നിങ്ങൾ വിചാരിക്കും പോലെയല്ല, നിങ്ങൾ പറഞ്ഞ പോലെയല്ല, വാതിലുകൾ മുഴുവനും അടഞ്ഞിട്ടില്ല. ഇന്ന മഇ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. കാണിച്ചില്ലേ? കാണിച്ചു. അതാണ്, അതൊരു പ്രത്യാശയാണ്, അതൊരു പ്രതീക്ഷയാണ്, ഒരു വിശ്വാസമാണ്. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താ? ഏറ്റവും വലിയ ഗുണന്തരങ്ങൾ, ഈമാനുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാത്തൊരു വികാരം എന്താരങ്ങൾ എന്താ അറിയോ? നിരാശ. എന്താണ് നിരാശ? നിരാശ എന്താണ്? ആശകൾ അസ്തമിക്കുക. ആശ ഉണ്ടായിരുന്നു, ഞാൻ ആശ നടക്കൂല, അത് കഴിഞ്ഞു. ആ ആശ, നിരാശ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് എത്തിക്കും, നിരാശ ചിലപ്പോൾ ഭ്രാന്തിലേക്ക് എത്തിക്കും, നിരാശ ചിലപ്പോൾ കുടുംബത്തെ ഇല്ലാതാക്കും, നിരാശ എന്തു ആക്കാം അല്ലേ? പക്ഷേ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എന്തില്ല? നിരാശയില്ല. എന്താ കാരണം? ഇന്ന മഇ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ആ റബ്ബാവട്ടെ ഈ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന സൂറത്ത് മറിയമിൻ്റെ ഫസ്റ്റില്, കാഫ് ഹാ യാ ഐൻ സ്വാദ് അല്ലേ, ദിക്റു റഹ്മത്ത് റബ്ബിക അബ്ദഹു സക്കരിയ, ഇത് വായിച്ചൊക്കെ കേട്ടോ. അവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹത്തിന് കുട്ടികളില്ല, കുറേ കാലം പ്രാർത്ഥിച്ച് കുട്ടികളില്ല. അങ്ങനെ പ്രാർത്ഥന പതുക്കെ നിന്ന്, അങ്ങനെയാണ് മറിയം ബീവി പള്ളിയിൽ വരുന്നതും ആ മറിയമ്മിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സക്കരിയ നബി കിട്ടുന്നു. അങ്ങനെ ഒരിക്കൽ സക്കരിയ നബി പള്ളിയിലേക്ക് മറിയമ്മിനുള്ള കഞ്ഞിയായിട്ട് ചെല്ലുമുണ്ട്. മറിയമ്മിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഭയങ്കരമായ പലഹാരങ്ങൾ ദുന്യാവിൽ കാണാത്ത. അപ്പോൾ സക്കരിയ നബി ചോദിച്ചു, മറിയം അന്നാലക്കി അറിയത് ഒന്ന് കിട്ടി, ആരെ കൊടുന്ന്? അപ്പം മറിയം പറഞ്ഞു, ഇത് റബ്ബ് തന്നതാണ്, പടച്ചോൻ തന്നാണ്. അപ്പോൾ സക്കരിയ നബിൻ്റെ മനസ്സിൽ പിന്നെ ആഗ്രഹം, പടച്ചോനെ എനിക്കും ഇതേപോലെ സാലിഹായ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ സക്കരിയ നബി ആ പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. എന്താ നിങ്ങൾ? റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. പടച്ചോനെ, വയസ്സായി, മുടിയൊക്കെ നരച്ച് വെള്ളി പോലെയായി, തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞ് തൂങ്ങി, അസ്ഥികളൊക്കെ നുരുമ്പി വളഞ്ഞ് ഇവിടെ ഇങ്ങനെ നിന്നിട്ടേ ഒരു 100 വയസ്സായ മനുഷ്യൻ മുടിയൊക്കെ നരച്ച് ആകെ മെലിഞ്ഞൊട്ടി, തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞ് അസ്ഥിയൊക്കെ വളഞ്ഞ ഒരാൾ ഇവിടെ നിന്നിട്ട് പടച്ചോനെ എനിക്കൊരു കുട്ടിയെ തന്നെ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ചിരിച്ചു, എന്താ ഇപ്പം കളവൻ്റെ ആഗ്രഹം? കുഴിക്ക് കാല് കിട്ടാനായപ്പോഴപ്പം കുട്ടിക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. നമ്മൾ കളിയാക്കൂലേ? നമ്മളത് ഇപ്പം ഞാൻ അങ്ങനെ കല്യാണം കഴിച്ച് ഞാനൊരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥന പറയാമോ? മൗലവിൻ്റെ പൊട്ടത്തരം നോക്കി ഇപ്പോഴാ ഈ താടിയൊക്കെ ധരിച്ചപ്പോഴാ മുമ്പ് യുവ നേരെയാട്ടോ, നമ്മൾ വയസ്സനാക്കൊന്നും വേണ്ട, നമ്മളെ യുവയാണ് അതുകൊണ്ട്. അപ്പം അങ്ങനെ പറയില്ല, വയസ്സായിട്ടാ മൂപ്പരെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ നോക്കി ഇദ്ദേഹം പറയണേ, പടച്ചോനെ അങ്ങേയറ്റം വയസ്സായിക്കണ എനിക്കറിയാം, തൊലിയൊക്കെ ചുളിഞ്ഞു പോയിക്കണ്, മുടിയൊക്കെ നരച്ച് വെള്ളി അയക്കണ്, അസ്ഥികളൊക്കെ നുരുമ്പി വളഞ്ഞ് ഇങ്ങനെ അയക്കണ്. പക്ഷേ വലം അകുംബി ദുആഇക റബ്ബി ശഖിയ. പടച്ചോനെ ഇപ്പോഴും എനിക്കൊരു കുട്ടിനെ വേണം എന്നോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു നിരാശ എനിക്കില്ല. കാരണം പടച്ചോൻ ഇക്കണ്ട കുന്നും മലയും പാറയും മഴയും വെയിലും ഒക്കെ ഉണ്ടാക്കുന്ന പടച്ചോനുണ്ടോ? എനിക്കൊരു കുട്ടിയെ തരാൻ വല്ല പണി? അതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷ, റബ്ബേ എനിക്കൊരു കുട്ടിയെ തരണം കേട്ടോ. കിട്ടിയില്ലേ? കിട്ടി. ആ കുട്ടിയാണ് യഹ്യ. കുട്ടിയെ അല്ല നിനക്കൊരു കുട്ടി ഉണ്ടാവും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമല്ലത്. പടച്ചോനെ എനിക്ക് കുട്ടിയോ, ഈ പ്രായത്തിലോ എൻ്റെ ഭാര്യ ആവട്ടെ വന്ധ്യയാണ്, എനിക്ക് കുട്ടിയോ? റബ്ബ് പറഞ്ഞ അങ്ങനെയാണ്, പടച്ചോൻ വിചാരിച്ച അങ്ങനെ കിട്ടും അല്ലേ? അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനെ വല്ലാത്ത ചില ദിശകളിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥം. അതെങ്ങനെ ഓതി
കോട്ട വിട്ട് ഒരു പേജ് ഓതി, പിന്നൊരു പേജ് ഓതി, ഞാൻ ഇന്ന് 3 ജ്യൂസ് ഓതി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കെട്ടിക്കൂടേണ്ട സാധനമല്ല. ഓതിയാ കൂലിയുണ്ട്, ഓരോ അക്ഷരത്തിനും കൂലിയുണ്ട്, ഓതിക്കൂലുണ്ട്. സ്വർഗത്ത് പോകുമ്പോഴേ നമ്മൾ എത്ര ഖുർആന്റെ അക്ഷരം ഓതിക്കണോ അതിനനുസരിച്ച് സ്വർഗത്തിലെ പദവി ഇങ്ങനെ കൂടി കിട്ടുന്ന ഓതിയാ കൂലിയുണ്ട്. പക്ഷെ ഓത്തല്ല ഖുർആന്റെ പ്രധാനം. എന്താണ് അത്? ജീവിതത്തിൽ വഴി കാണിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ഇന്ന ആയത്തുകളുടെ സ്വാധീനമാണെന്ന് പറയാൻ ഈ ഇരിക്കുന്ന എത്ര ആൾക്ക് പറ്റും? എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യം ഉണ്ടായത് ഇന്ന ആയത്ത് സ്വാധീനിച്ചത് കൊണ്ടാണ്, എൻ്റെ ജീവിതത്തിലെ ഇന്ന സ്വഭാവം ഞാൻ മാറ്റിയത് ഇന്ന ആയത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്, ഈ ഖുർആനിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തത് ഇന്ന ആയത്ത് സ്വാധീനിച്ചിട്ടാണെന്ന് പറയാൻ പറ്റുമോ? പറ്റണം. അതാണ് ഖുർആൻ. ഹുദല്ലിന്നാസ് അല്ലേ? അപ്പോൾ ഈ മക്കയിൽ ഖുർആൻ അവതരിപ്പിച്ച ധന്യമായ ഈ ഭൂമിയിൽ ഖുർആനുമായിട്ട് നമ്മുടെ ബന്ധത്തിനെ ശക്തിപ്പെടുത്തുക. ഓതുക പുണ്യമുള്ള കാര്യമാണ്, മനപ്പാടമാക്കൽ പുണ്യമുള്ള കാര്യമാണ്. അതിലപ്പുറം ഖുർആനിനെ മനസ്സിലാക്കുക. ഓരോ ആയത്തും എന്നോട് എന്താണ് പറയുന്നത് നമുക്ക് പഠിക്കാൻ അവസരം. പണ്ടത്തെ പോലെയല്ല, മൊബൈൽ ആപ്പുകളുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. അപ്പം അങ്ങനെ ഓരോ ആയത്ത് ഓതുമ്പോൾ സ്വഹാബത്ത് പറയണേ, ഞങ്ങൾ പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് 10 ആയത്തുകൾ പഠിച്ചാൽ അത് ജീവിതത്തിൽ പകർത്തിയിട്ട് 11ാമത്തെ ആയത്തിലേക്ക് പോകുള്ളൂ. അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. രീതിയിൽ ഇങ്ങനെ ഓതികാണ്ട് നെട്ടിക്കാനുള്ളതല്ല. നമ്മളൊക്കെ കുട്ടികളെ ഹാഫിളാക്കലുണ്ട്. എന്തിന്? എന്താ ഓൻ്റെ ഓത്തിൻ്റെ ചൊറുക്ക്, ഇമാമുക്കൽ ഓനാണ്. അതിനപ്പുറം അത് ജീവിതത്തിൻ്റെ വഴി കാണിക്കണം. ദിശ ഇതിലല്ലോ പോണ്ടത്, ഇതിലേട്ടോ ഇതല്ലോ പറയണ്ടേ, ഇതാട്ടോ ഇത് സമ്പാദിക്കാൻ പാടില്ലട്ടോ, ഇതാട്ടോ എടുക്കാൻ പാടുള്ളത്. ഓരോ രംഗത്തേക്കും ഇങ്ങനെ വിരൽ ചൂണ്ടുകൂടാൻ അത്ഭുതമാണ്. ഇൻഷാ അല്ലാഹ് എം അക്ബർ സാഹിബ് നാളെ നമ്മുടെ കൂടെ വന്ന് ചേരും. ഇന്ന് രാത്രി വളരെ അഗാധമായി ഖുർആൻ എന്ന അത്ഭുത ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തിയ മഹാപണ്ഡിതനാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഇനി നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ നന്നായിട്ട് ശക്തിപ്പെടുത്തണം. ഖുർആൻ പഠിക്കുമ്പോൾ അർത്ഥവും ആശയവും അറിഞ്ഞ് പഠിക്കണം. ഓരോ ആയത്ത് പഠിക്കുമ്പോഴും അതെൻ്റെ ജീവിതത്തിൽ എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ഒരു വേള ചിന്തിക്കണം. മാറേണ്ടതുണ്ടെങ്കിൽ മാറണം, മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ജീവിതത്തിൻ്റെ ഭാഗധേയമാക്കി അതുപ്രകാരം സഞ്ചരിക്കാനുള്ള ഈമാനും ഇഖ്ലാസും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആൻ വഴി കാണിക്കുന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹജ്ജിൻ്റെ തിരക്ക് കൂടി വരികയാണ്. സൗദി അറേബ്യയുടെ ആ തിരക്ക് കൂടി വരികയാണ്. നമ്മളെ ഹോട്ടലിലും പരിസരങ്ങളുമൊക്കെ തിരക്ക് കൂടി വരികയാണ്. ആ തിരക്കിനനുസരിച്ച് നമ്മളിങ്ങനെ ഇതുവരെ ഇന്ന് വരെ നിന്ന അത്ര സുഖാവൂല. ഇനി നിൽക്കുമ്പോൾ പലയിടങ്ങളിലും ഭക്ഷണത്തിലും താമസത്തിലും ഹറമിലും പള്ളിയിലും നിസ്കാരത്തിലൊക്കെ അതിൻ്റെതായ ചില എന്താ പറയുക ചില ഇടുങ്ങലുകൾ നമുക്കിങ്ങനെ വരും. അതൊക്കെ നമ്മൾ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി അതൊക്കെ സ്വീകരിച്ച് സ്വർഗമാണ് ലക്ഷ്യം. ആ സ്വർഗത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് അങ്ങോട്ട് പോകണം. നമുക്കത് പോകണം. അതിന് ഞെങ്ങിഞ്ഞെരുങ്ങിയും ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ശാരീരികമായി മാനസികമായി നമ്മളൊക്കെ എടുത്തു വെക്കണം. അതിന് പ്രാപ്തരാവണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്നും വലിയ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ സന്തോഷത്തോടെ യാത്രയയച്ച നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ മക്കളിലേക്ക് അതേ സന്തോഷത്തോടെ തിരിച്ചു ചെല്ലാനുള്ള ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.